അജിത് ഡോവൽ മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണോ? അല്ല, ആരോടെ പറഞ്ഞതെന്നറിയോ? ഏതാണ്ട് 3000-ഓളം ചെറുപ്പക്കാരിരുന്ന് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് എന്ന ഡയലോഗ് എന്ന് പറഞ്ഞൊരു പരിപാടി. ആ പരിപാടിയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ ജീവിതം നമുക്കൊക്കെ മാതൃകയാണ്. അപ്പം ചെറുപ്പക്കാരോട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നില്ല. അയ്യോ, ഇൻ്റർനെറ്റും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു നേരം വേണേൽ ആഹാരം ഇല്ലാതെ കഴിക്കാൻ പറ്റും. നെറ്റില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് പുതിയ തലമുറ ആലോചിക്കുന്നുണ്ടായിരിക്കും. പിന്നെ തീർന്നില്ല, ഫോണും ഉപയോഗിക്കത്തില്ല. പൂർണ്ണമായും ഉപയോഗിക്കില്ലെന്നല്ല, അത്യാവശ്യം വിദേശത്താരെങ്കിലും ബന്ധുക്കളെ വിളിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ വിളിക്കാൻ ഉപയോഗിക്കും. അതല്ലാതെ ഞാൻ ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഉപയോഗിക്കത്തില്ല. ഞാൻ ഓർക്കുന്നത് പ്രശസ്തമായൊരു സിനിമയുണ്ട്, ഉറി സിനിമയിലെ. ഉറി സിനിമയിൽ നമ്മുടെ ഉറി ആക്രമണം, തിരിച്ചുള്ള നമ്മുടെ ബലാക്കോട്ട് ആക്രമണമൊക്കെ ചിത്രീകരിക്കുന്ന സൂപ്പർ ഹിറ്റായ സിനിമയാണ്. കേരളത്തിൽ അധികം ഓടിയില്ലെന്നല്ല, ഓടിയ തിയേറ്ററുകളിലൊക്കെ ഹൗസ്ഫുള്ളുമായിരുന്നു. അതിഗംഭീരമായ സിനിമയാണ്. അപ്പോൾ ഉറിക്കകത്ത് അജിത് ഡോവലിൻ്റെ അതേ ആകൃതിയിലുള്ള ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഫോൺ സംസാരിക്കും. ഓരോ തവണ കോള്, അത് PM-ൻ്റെ ഫോണാണ്, പ്രധാനമന്ത്രിയുടെ ഫോണാണ്. നരേന്ദ്രമോദിയെ പോലുള്ളൊരു പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ ആ ഫോണിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലുള്ള വളരെ ഉന്നത ശീർഷരായ ആളുകളുടെ നിന്ന് അദ്ദേഹത്തിന് ഫോൺ വന്ന് അവർ സംസാരിക്കും നമ്മൾ കേൾപ്പിക്കും. അത് കഴിഞ്ഞാൽ കാണുന്നത് അദ്ദേഹം ആ ഫോൺ അങ്ങ് ഓടിച്ചു കളയും. അത് ഒറ്റ കോളിനാണ് ഒരു ഫോൺ. അപ്പോൾ നമ്മൾ ഓർക്കണേ, ദേശീയ സുരക്ഷാ അഡ്വൈസർക്ക് ഒരു ദിവസം എത്ര ഫോൺ വേണം? ഓരോ ഫോണും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നശിപ്പിക്കുകയാണ്. ഒരു കോൾ കഴിഞ്ഞാൽ നശിപ്പിക്കുകയാണ്. അപ്പോൾ അത് റിയലിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. അത്രമാത്രം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അത്രമാത്രം ഡിവൈസുകൾ അത്രമാത്രം സുരക്ഷിതമായിട്ടാണ് NSAയുടെ സീറ്റിലിരിക്കുന്ന ഒരാൾ ഉപയോഗിക്കുന്നത്, കരുതലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പ്രതീകാത്മകമായി അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഒരു കാര്യം. ഇപ്പോൾ പ്രിയൻ നമ്മൾ ടോക്ക് തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൊബൈലില്ല, ഫോണില്ല, ഇൻ്റർനെറ്റില്ല, പിന്നെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ? നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി മോദി എന്ന് പറയും. ബട്ട് ഞാൻ പറയും അത് NSA ആണ്, അജിത് ഡോവലാണ്. ഇന്ത്യയിലെ സകല സേനകളുടെ മേൽ നിയന്ത്രണം, ഇന്ത്യയുടെ രാജ്യാന്തര കാര്യങ്ങളിലൊക്കെ നിർണായകമായ തീരുമാനമെടുക്കാനും വോയിസ് ഉയർത്താനും കഴിവുള്ള ആൾ. അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു സൂപ്പർ കോപ്പ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത്ര ശക്തനായ മനുഷ്യനാണ് NSA അജിത് ഡോവൽ. അപ്പോൾ ഡോവൽ എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഡോവലിന് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയോട് സംസാരിക്കണം. അപ്പോൾ മൊബൈലിൽ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, പോയി കാണും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനുള്ള ബദൽ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് അപ്പം നിലവിലുള്ള സംവിധാനങ്ങളുടെ പരാധീനതകൾ അറിയണമല്ലോ. നമ്മുടെ മൊബൈൽ ഫോണുകളൊന്നും ഒന്നും സേഫല്ല. നമ്മൾ കരുതും ഞാനും പ്രിയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയും, ആരും അറിയുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധമൗഢ്യമാണ്. ഉറപ്പായിട്ടും അറിയുന്നുണ്ട്. സിം ഡ്യൂപ്ലിക്കേഷൻ എന്നൊരു സാധനമുണ്ട്. എനിക്ക് പ്രിയൻ്റെ 9846 12 13 14 15 ഇങ്ങനൊരു നമ്പറുണ്ട് നിൽക്കട്ടെ. ആ നമ്പറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം ഞാൻ എടുത്താൽ അതെൻ്റെ മൊബൈലിലിട്ടാൽ പ്രിയൻ നടത്തുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും, എല്ലാ മെസ്സേജുകളും എൻ്റെ ഫോണിലും വരും. അത് വളരെ ഈസിയസ്റ്റായിട്ട് സുരക്ഷാ ഏജൻസികളൊക്കെ ചെയ്യുന്നതാണ്, സിം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഫോൺ ടാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഈസിയായിട്ട് സുരക്ഷാ ഏജൻസികൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ സെക്യൂർ ഒന്നുമല്ല. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അപ്പം ശരി, ഫോൺ ടാപ്പ് ചെയ്യുമായിരിക്കും, ഓക്കെ. ദെൻ ഇൻ്റർനെറ്റ് എന്താ പ്രശ്നം? ഇൻ്റർനെറ്റ് പോലെ അപകടം പിടിച്ചൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഗാസയിലൊക്കെ ഹമാസിൻ്റെ ആളുകൾ പോകുന്നു, അവരെ കൃത്യമായി വന്ന് പ്രസിഷൻ സ്ട്രൈക്ക് നടത്തി താർക്കുക. അവരുടെ പക്കലുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ നിന്നുള്ള സിഗ്നൽ വെച്ച് ട്രേസ് ചെയ്തിട്ടാണ് നശിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പം ഇന്ത്യയുടെ NSA ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കുന്ന കാര്യം ഏതെങ്കിലും ഒരു സിം കാർഡ് ഉപയോഗിച്ച് സംസാരിച്ചാൽ അത് ചോർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് നമ്മുടെ പട്ടാളത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഫോൺ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്, സൈന്യത്തിന് വേണ്ടിയിട്ട്. അതും ഇൻ്റർസെപ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും പിന്നെ നമ്മൾ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ പ്രേക്ഷകർ. നമ്മൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഓരോ സാധനങ്ങളുടെ പരസ്യം കയറി വരും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നാളെ ഒരു പുതിയ ഫ്രിഡ്ജ് മേടിക്കണം എന്ന് വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യും. ഇപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങൾ മുഴുവൻ എന്തായിരിക്കും? പുതിയ ഫ്രിഡ്ജിൻ്റെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഞാനിങ്ങ് ആലോചിച്ചതേ ഉള്ളൂ, വന്നിരിക്കുന്നു ഫ്രിഡ്ജിൻ്റെ. ഈ പത്രക്കാരുടെ ഒരു കാര്യമൊന്നും ശ്രീനിവാസൻ പറഞ്ഞ പോലെ. പക്ഷേ നമ്മൾ ആലോചിക്കുന്നില്ല എങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് ഡൈനിങ് ടേബിളിലിരുന്ന് അല്ലെ അടുക്കളയിലിരുന്ന് ഭാര്യയുമായിട്ട് സംസാരിച്ച് അമ്മയോട് സംസാരിച്ച് ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ നാട്ടിലുള്ള ഫ്രിഡ്ജുകളുടെ റെഫ്രിജറേറ്ററുകളുടെ ബ്രാൻഡുകളും പ്രൈസും എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ വരുന്നത്? നമ്മുടെ ഫോൺ
നമ്മളെ കേൾക്കുന്നു, നമ്മൾ ഓൺ ചെയ്യാത്തപ്പോഴും കേൾക്കുന്നു. നമ്മൾ പോകുമ്പോൾ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ പോയിന്ന് നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കി അറിയാം അല്ലേ? ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ആപ്പിൽ കയറിയിട്ട് ഗൂഗിൾ മാപ്സിൻ്റെ ലൊക്കേഷൻസ് എടുത്ത് നോക്കുക. നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ അറിയാം. എവിടെ ഏതെല്ലാം സ്ഥലത്ത് പോയി, ബൈക്കിൽ പോയോ കാറിൽ പോയോ ഇതെല്ലാം അറിയാൻ പറ്റും. 2 വീലറിൽ പോയത് ഉൾപ്പെടെ നമുക്കറിയാൻ പറ്റും. റെക്കോർഡ് ചെയ്തിടക്കാണ്. അപ്പം നമ്മൾ കരുതും നമ്മൾ വളരെ സെക്യൂർഡായിട്ട് ഞാനൊരാളെ കാണാൻ പോയി, ആരും അറിഞ്ഞിട്ടില്ല എന്ന്. അത് റെക്കോർഡ് എടുത്ത് നോക്കുമ്പോഴല്ലോ നമ്മൾ പോയ വഴി എത്ര മണിക്ക് എന്നു ഇന്നടത്ത് ചെന്നു. അതായത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ 2 വീലർ ഓടിച്ചു പോയത് വരെ 2 വീലർ എന്ന് വരെ കാണിച്ചിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ GPS ഉണ്ട്, എവിടെയെങ്കിലും പോകാം, ഭയങ്കര സേഫാണെന്ന് പറയും. അല്ല, അപകടമാണ്. നിങ്ങൾ എവിടെ പോകുന്നത് കൃത്യമായി GPS എന്ന് പറഞ്ഞാൽ ആരാ? അമേരിക്ക അറിയുന്നുണ്ട്. അമേരിക്ക സൈനിക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ഈ GPS എന്ന് പറഞ്ഞ സാധനം. ആ GPS-ൻ്റെ ഒരു ഏറ്റവും ഏറ്റവും ലോവർ ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായ സംവിധാനമാണ് നമുക്ക് തരുന്നത്. ബാക്കിയൊക്കെ സൈനികമായിട്ട് വെച്ചിരിക്കുക, സൗജന്യമായിട്ട് തരുന്നത്. അത് എന്തിനാണ് തരുന്നറിയോ? നമ്മുടെ ഡാറ്റ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ മുഴുവൻ ഡാറ്റയും ഈ ലോകത്തൊന്നും സൗജന്യമില്ല, ഒന്നും സൗജന്യമല്ല. അപ്പോൾ ഇത് നമുക്ക് ഡാറ്റ തന്നിട്ട് നമുക്ക് ഈ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡിലുള്ള തന്നിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും കിട്ടുകയാണ്. നമ്മൾ ഒരു പ്രധാനപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ പോകുന്നു, റീജിയണൽ ഓഫീസ് കല്ലൂർ നമ്മൾ പോകുന്നു, GPS ട്രാക്ക് ചെയ്യുകയാണ്. നമ്മളവിടെ നിന്നിരിക്കുന്നു, RBI പോയിരിക്കുന്നു. ഇവനെന്താ RBI കാര്യം അന്വേഷിക്കേണ്ടവർ അതിൻ്റെ പിന്നാലെ അന്വേഷിച്ചോളൂ. അപ്പോൾ ഇതൊരു വലിയ സംവിധാനമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പെട്ടിരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാക്കിയിട്ടാണ് ISRO നമുക്ക് വേണ്ടിയിട്ട് IRNSS എന്ന് പറയുന്ന 8 ഉപഗ്രഹങ്ങളുടെ പരിധിയുള്ള ഒരു സാറ്റലൈറ്റ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. അപ്പോൾ മോദിയാണ് പിന്നീട് പറഞ്ഞ IRNSS ഒന്നും ഉണ്ടായിരുന്നു, നാവിക എന്ന് പേരിടുന്നു പറഞ്ഞു. ഇപ്പോൾ അത് ആക്റ്റീവാണ്. നാവിക സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അത് കടലിൽ നിന്ന് നമ്മുടെ അതിർത്തികളിൽ നിന്ന് 1500 കിലോമീറ്റർ റേഞ്ച് വരെ കിട്ടും. കടലിൽ പോകുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടും, നമുക്കും കിട്ടും. ഇപ്പോൾ ചില ഫോണുകളിൽ നാവിക് സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയുന്ന ഫോണുകളും വന്നിട്ടുണ്ട്. GPS-നേക്കാളും മികച്ചതാണ് നമ്മുടെ സ്വന്തം ഉപഗ്രഹങ്ങൾ വഴിയാണ്. കാരണം നമ്മളെ പോകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ നാവിക ഉപയോഗിച്ചാലും കിട്ടും. ആർക്ക് കിട്ടും? ഇന്ത്യക്ക് കിട്ടത്തുള്ളൂ, അമേരിക്കയ്ക്ക് കിട്ടത്തില്ല. അത്രയും ആശ്വസിക്കാമല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ മൊബൈൽ ഫോണിലെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു. നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും മറ്റുള്ളവർ കാണേണ്ടവരൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്ന സിനിമകൾ, നിങ്ങൾ കാണുന്ന സൈറ്റുകൾ ഉറപ്പായും കാണേണ്ടവർ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നം. സ്വകാര്യത എന്ന് പറയുന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ആ സുരക്ഷയുടെ കാരണം കൊണ്ടാണ് അജിത് ഡോവൽ പറഞ്ഞത് ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷൻസ്? ഞാനതും അന്വേഷിച്ച് പറഞ്ഞു. അതിന് ബദൽ സംവിധാനം എന്ന് പറയുന്നത് പ്രധാനമായും അജിത് ഡോവലും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സാറ്റലൈറ്റ് സിസ്റ്റം വഴിയാണ്. ഉപഗ്രഹങ്ങളുമായി നേരിട്ടുള്ള സംവിധാനങ്ങൾ വഴിയാകാം. സാറ്റലൈറ്റ് ഫോൺ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പബ്ലിക്കിനായിരിക്കും അല്ലേ? ചിലപ്പോൾ ഡോവലിനെ പോലെയൊക്കെയുള്ള നമ്മുടെ ഏറ്റവും ഉന്നതമായ ഏറ്റവും കീ പോസ്റ്റിലിരിക്കുന്ന ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഉപയോഗിക്കാം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ചോർത്താൻ കഴിയില്ലായിരിക്കാം, അറിയില്ല. ചിലപ്പോൾ അതിനും സംവിധാനം ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനൊരു കാര്യം. പിന്നെയുള്ളത് ഈ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ട്, അതുവഴിയാണെന്ന് പറയുന്നു. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം പദവികളിലിരിക്കുന്ന ആളുകൾ എപ്പോഴും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം പ്രിയനോട് പറയാനുണ്ട്. ഉടനെ പ്രിയ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതൊരു ഫോൺ എടുത്ത് പറഞ്ഞു. ഞാനെടുത്ത വണ്ടി എടുത്ത് പ്രിയൻ്റെ അടുത്ത് പ്രിയ ഇങ്ങനൊരു സാധനമുണ്ട്, നമ്മുടെ ഈയിടെയായിട്ട് അർജുൻ്റെ പോക്ക് ശരിയല്ല, ഒന്നും നിരീക്ഷിക്കണം എന്ന് പറയും. അല്ല ഫോണിൽ വിളിച്ച് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന പ്രശാന്ത് കേൾക്കും, അവർ കേൾക്കുമ്പോൾ ആകെ പ്രശ്നമാവും. അർജുൻ എന്നിട്ട് നമ്മൾ വരുമ്പോൾ നമുക്കിട്ട് പണി വെക്കാൻ തരും. അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? നമ്മളിരുന്ന് സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അപ്പുറത്ത് സന്ദീപും പ്രശാന്ത് ഇരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. സെക്യൂർഡ് ആയിട്ടുള്ള മുറിയിൽ സുരക്ഷ. അപ്പോൾ പ്രധാനമന്ത്രിക്കും NSAയ്ക്കും അങ്ങനെയുള്ള ആൾക്ക് സംസാരിക്കാം. ഫേസ് ടു ഫേസ് മീറ്റിങ്ങുകളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് സെക്യൂർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റൂമുകളിലാണ്. അവിടെ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കി, വേറെ ചുവരുകൾക്ക് പോലും കാതുകളുള്ള കാലമാണ്. അത് ഒഴിവാക്കിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ഇതൊക്കെ അപ്പോൾ കേൾക്കുന്ന ആളുകൾ ഇതൊക്കെ ഇയാൾ എന്താ പറയുന്നത്, ഇതൊക്കെ നമുക്കൊക്കെ എത്ര കാലമായിട്ടറിയാം അല്ലേ? പുതിയതൊന്നുമല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ഇയാൾ ചുമ്മാ വന്നിരുന്നത് നമ്മുടെ ഇയാൾ തള്ളു വീരൻ എന്നൊക്കെ പറയും. അല്ല, ഞാൻ പറയുന്നത് ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് 3000-ഓളം ചെറുപ്പക്കാരോട് പറയുകയാണ്. അവരോട് പറയുകയാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദവിയിലിരിക്കുന്ന ഞാൻ നെറ്റ് ഉപയോഗിക്കുന്നില്ല, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നില്ല. അതിനകത്തൊരു മെസ്സേജുണ്ട്. നിങ്ങൾ
എന്ത് ചെയ്യണം? നിങ്ങളും ഇങ്ങനെ മാറണം. നിങ്ങളും ഇങ്ങനെ മാറണമെന്ന് വെച്ചാൽ നമ്മളെന്ത് പ്രാകൃത യുഗത്തിലേക്കാണ്, മൊബൈലില്ലാത്ത യുഗത്തിൽ അല്ല. കാരണം ഈ ഇരിക്കുന്ന 3000-ഓളം ചെറുപ്പക്കാർ രാജ്യത്തെ നിർമ്മിക്കാനുള്ള ഇഷ്ടികളാണ്. ഇവരാണ് നാളെ ഭാരതം സൃഷ്ടിക്കുന്നത്. ഇവരെന്ത് ചെയ്യണം? നമുക്ക് നമ്മുടേതായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കി വരുന്നുണ്ട്. ഇന്ത്യ സമീപകാലത്ത് അരാട്ടെ എന്ന് പറയുന്ന ഒരു ആപ്പ് അല്ലേ, നമ്മുടെ സ്വന്തം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ പോപ്പുലർ, നമ്മൾ മറ്റതിൻ്റെ അഡിക്റ്റായി കിടക്കുക, വാട്സപ്പിൻ്റെയും ടെലഗ്രാമിൻ്റെ ഒക്കെ അഡിക്റ്റായി കിടക്കുകയാണ്. പക്ഷേ ഇത് നമുക്ക് വേണം. നമ്മൾക്ക് സ്വന്തം നമ്മുടെ ഫേസ്ബുക്ക് വേണം, നമ്മുടെ സ്വന്തം ക്രോം വേണം, ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. നമ്മൾ കാണുന്നതെല്ലാം ഏതെങ്കിലും ഒരു സുന്ദരിയായ നടിയുടെ പടം കിട്ടുമെന്ന് നമ്മൾ നോക്കും. നമുക്ക് പടം കിട്ടുന്നതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് പ്രിയൻ ഇത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് സകലരും അറിയും. വേണ്ടി വന്ന പ്രിയൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് അല്ല, ഞാൻ പറയുമ്പോൾ തമാശ. നമ്മൾ ഓരോ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യങ്ങൾ ചോർന്നു പോകുകയാണ്. ആർക്ക് പോകുന്നു? അമേരിക്കയ്ക്ക് പോകുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോകത്തിപ്പോൾ ഈ ഇറാനിൽ വലിയ കലാപം നടക്കുകയാണ്. ഇറാനിലെ കലാപത്തെ ആളിക്കത്തിക്കുന്ന ആരാന്നറിയോ? അമേരിക്കയാണ്. ഇസ്രായേലിനോട് റെഡിയായിട്ടിരുന്നോ അടിക്കാൻ പറഞ്ഞിരിക്കുക. അതിന് മുമ്പ് അമേരിക്ക പരസ്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടുത്തെ ഈ കലാപത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടുന്നുള്ള ഇൻ്റർനെറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് എല്ലാ പ്ലാറ്റ്ഫോമുകളുടെയും ഇതിനെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ടാണ് ഇറാൻ കട്ട് ചെയ്ത് സ്റ്റാർലിങ്കിൻ്റെ ഇതും കട്ട് ചെയ്തു. ഇറാൻ കട്ട് ചെയ്തു. ഞങ്ങളുടെ രാജ്യത്ത് ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു ഇറാൻ. ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റാണ് ഇതൊരു വലിയ ഭീഷണി, ആഗോള ഭീഷണിയാണ്. അപ്പോൾ നമുക്ക് സ്വന്തം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുക, അറാട്ടെ പോലെയുള്ള ആപ്പുകൾ ഒക്കെ ഉപയോഗിക്കുക. ഇതൊക്കെ നമുക്ക് വലിയ ഡെലിക്കസിയാണ്. നമുക്ക് ഈ അമേരിക്കൻ സാധനങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് നമ്മളെ ശീലിപ്പിച്ചു പോയി. അപ്പോൾ യുവാക്കളോട് പറയുകയാണ്, ഞാനിതൊന്നും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ എന്നെ മാതൃകയാക്കുകയാണെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കാതിരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പ്രാകൃത യുഗത്തിലേക്ക് പോയില്ല. നമ്മുടെ സ്വന്തം സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അജിത് ഡോവൽ നൽകുന്ന മെസ്സേജ്. എനിക്ക് തോന്നുന്നു അജിത് ഡോവൽ പരസ്യമായിട്ട് വന്നിട്ട് ഞാനിതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവുന്നതായിരുന്നു. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ സ്വന്തം സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടാക്കാം. നമ്മൾ ഡീപ്പ് ഫേക്ക് ചൈനയുടെ വന്നപ്പോൾ നമ്മുടെ സ്വന്തം AI ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്വന്തം സംവിധാനങ്ങളിലേക്ക് അതിവേഗം ഇന്ത്യ നീങ്ങുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായിരിക്കണം തോന്നുന്നു ഈ 3000-ഓളം ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഞാനിതൊന്നും ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ആലോചിക്കണമെന്ന് പറയുന്നത്. UPI ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ. അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.